അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ അനിഷേധ്യനായ ഒരു നേതാവാണ്. സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവായിട്ടാണ് വിശ്വാസികൾക്കിടയിൽ പൊതുവെ അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്. അദ്ദേഹം നല്ല രീതിയിൽ സമസ്തയുടെ കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ള ആളാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റികളുടെ ഒരു യോഗത്തിൽ നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം, ആ പ്രഭാഷണത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചുള്ള ചില കണക്കുകളും അതിനെ മുൻനിർത്തിയിട്ട് അദ്ദേഹം പങ്കുവച്ച ചില ആശങ്കകളും മാധ്യമങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള ചർച്ചയാണ്. പല മാധ്യമങ്ങളും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. മതപഠനത്തിന് കുട്ടികൾക്ക് വിമുഖത, മദ്രസകളിൽ വൻ കൊഴിഞ്ഞുപോക്ക്. ഇത് കേവലം ആ ഒരു പരിപാടിയിൽ, അത് ഏകദേശം 6 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. നിരവധി ആളുകൾ അതിൽ സംസാരിച്ചിട്ടുണ്ട്. അതിൽ മദ്രസ കമ്മിറ്റികളുടെ പ്രതിനിധികളും ചില ആളുകൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കേവലമായിട്ട് അബ്ദുസമദ് പൂക്കോട്ടൂർ മുന്നോട്ട് വെക്കുന്ന ഒരു ചെറിയ ഒരു വാദം എന്നതിനപ്പുറത്തേക്ക് ആ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും മദ്രസ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും ഒരുപോലെ പങ്കുവച്ച ഒരു ആശങ്ക തന്നെയാണ് അത്. മദ്രസകളിൽ നിന്ന് കുട്ടികൾ കൊഴിഞ്ഞുപോക്ക്, കുട്ടികൾ മദ്രസയിൽ തുടർന്ന് പഠിക്കുന്നില്ല, മദ്രസകളിലേക്ക് കുട്ടികളെ വിടാൻ രക്ഷിതാക്കൾക്ക് വിമുഖത, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള അവരുടെ ആശങ്കകൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ, അതിലെ കൗതുകകരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില വാദഗതികൾ, ഇതേ വിഷയം ന്യൂസ് 18 ചാനലിൽ അവരുടെ റിപ്പോർട്ടർ ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ ന്യൂസ് അവതാരിക ഇദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിന് കൊടുക്കുന്ന വിശദീകരണം, അദ്ദേഹത്തിന്റെ വാദഗതികൾക്ക് അദ്ദേഹം കൊടുക്കുന്ന വിശദീകരണം, പിന്നെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇതിനെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. എന്ന് പറഞ്ഞാൽ കേരളത്തിന് പുറത്തുമായി മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ 5ാം തരം പാസ്സായ കുട്ടികളുടെ എണ്ണം കൃത്യമായി കാണിക്കുന്നത് 39,29,199. ഒരു 40 ലക്ഷം കുട്ടികൾക്ക് 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കൊടുത്തു മനസ്സിലാക്കാം മൊത്തത്തിൽ. അതേ സ്ഥാനത്ത് നമ്മുടെ 7ാം ക്ലാസ്സിൽ എത്ര കുട്ടികളാണ് ഉണ്ടായത്? 20,32,310. 40 20ആയി, നേർപകുതി. 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികൾ 20 ലക്ഷത്തിൽ കുറവാണ്, മറ്റേത് 40 ലക്ഷമാണ്. രണ്ടും തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കൂ. ഇതാണ് ആശങ്കയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കണക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മദ്രസകളിൽ 5, 7, 10 ക്ലാസ്സുകളിലാണ് സാധാരണഗതിയിൽ പൊതുപരീക്ഷകൾ ഉള്ളത്. പണ്ട് കാലത്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ 5ാം ക്ലാസ് മദ്രസ, അത് കഴിഞ്ഞാൽ പിന്നെ ദർസ്, ആവശ്യമുണ്ടെങ്കിൽ ദർസിലേക്ക് പോവുക. ഭൗതിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കുറവായിരുന്നു. പിന്നീട് അത് 7ാം തരം മദ്രസകൾ ഉണ്ടായി. 7ാം തരത്തിൽ വീണ്ടും ഒരു പൊതുപരീക്ഷ, 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ, 7ാം തരത്തിലെ പൊതുപരീക്ഷ. വിശ്വാസികളായിരുന്ന ആളുകൾക്കൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്കൊക്കെ അറിയാം, പണ്ട് കാലത്ത് നമ്മൾ ചെറിയ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുസ്ലിം വീടുകളിലെ ചുമരുകൾക്ക് അലങ്കാരമായിട്ട് ആ വീട്ടിലെ കുട്ടികൾ 5ാം ക്ലാസ്സിലെ മദ്രസയിൽ പഠിച്ച് പാസ്സായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അത് ലാമിനേറ്റ് ചെയ്തിട്ടോ ചില്ലിട്ട് വെച്ചൊക്കെ ചുമരുകളിൽ തൂക്കിയിരും. അപ്പോൾ ഒരു 8 10 മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ ചുമര് നിറയെ ഇങ്ങനെ 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയുടെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് പിന്നെ ഇങ്ങനെ തൂക്കി വെക്കും. ഓക്കെ, അതൊരു അഭിമാന ചിഹ്നമായിരുന്നു, ഒരു അലങ്കാരമായിരുന്നു. 5ാം ക്ലാസ്സിലെ മദ്രസയിലെ പൊതുപരീക്ഷ പാസ്സാവുക എന്ന് പറഞ്ഞാൽ ആളിച്ചിരി കേമനാണ് എന്ന നിലയൊക്കെ ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പാസ്സാകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയായിട്ടൊക്കെയാണ് അന്ന് അത് കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നീട് 7ാം ക്ലാസ് ആയി, പിന്നെ മദ്രസകളും സൗകര്യങ്ങളൊക്കെ ആയി, പണമായി, പ്രതാപമായി. അപ്പോൾ മദ്രസകൾ ഇങ്ങനെ 10ാം ക്ലാസ് വരെയായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ +1 +2 ആയി. അപ്പം അങ്ങനെ എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, നല്ല നല്ല ബിൽഡിങ്ങുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നവരെ മദ്രസകൾ പോലും ഉണ്ട്. മുട്ടിന് മദ്രസകളുണ്ട്, എല്ലാ സംവിധാനമുണ്ട്. പക്ഷെ കുട്ടികളിൽ 5ാം ക്ലാസ്സിൽ 40 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയെടുത്ത് 7ാം ക്ലാസ്സിലെത്തുമ്പോൾ അതിന്റെ പകുതിയുള്ളൂ. ഇതാണ് ആശങ്കയുടെ കണക്കിന്റെ ഒരു. ഇനി അവിടുന്ന് അങ്ങോട്ട് മുകളിലോട്ട് പോകുന്തോറും 10ാം ക്ലാസ്സിൽ 5,01,298 കുട്ടികളെ ഉള്ളൂ. +2 നേടിയ കുട്ടികൾ 49,901 ഉള്ളൂ. +2 വൈകി തുടങ്ങിയതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് 7ാം ക്ലാസ്സും 5ാം ക്ലാസ്സും തമ്മിൽ പോലും ഈ ഒരു പകുതി വ്യത്യാസം ഉണ്ടാകാൻ പാടില്ലല്ലോ. എന്തുകൊണ്ട്? നമ്മൾ കൃത്യമായി കണക്ക് പഠിക്കണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 15 വയസ്സ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഈ കുട്ടി ആകുന്നുള്ളൂ. ഖുർആൻ വരെ ശരിക്കും ഓതി പഠിക്കാൻ ഈ കുട്ടിക്ക് അപ്പോഴേ പറ്റുന്നുള്ളൂ. ഇതിനൊരു തിരുത്തൽ ചാർത്താൻ നമുക്ക് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ മദ്രസ നടത്തുന്നതിന്റെ അർത്ഥം എന്താണ്? ഇത് ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഏകദേശം പൂർണ്ണമായിട്ട് തന്നെ ഞാൻ കേട്ടു. അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഈ കണക്കുകൾ മുൻനിർത്തി ആശങ്കകൾ മുന്നോട്ട് വെച്ച് ലോകത്ത് നടക്കുന്ന സകല പ്രശ്നങ്ങളുടെയും കാരണം മദ്രസ പഠനത്തിന്റെ അപര്യാപ്തതയാണ്, മദ്രസകളിലൂടെ കുട്ടികൾ ആർജിക്കേണ്ടുന്ന ധാർമ്മിക മൂല്യങ്ങൾ കുട്ടികളിൽ ശരിയാവണ്ണം ആർജിക്കാത്തതാണ് നാട്ടിൽ നടക്കുന്ന സകല കുഴപ്പങ്ങളുടെയും കാരണം എന്ന് സമർത്ഥിക്കുകയും, മുന്നിലിരിക്കുന്ന ഉമറാക്കൾ എന്ന് ഇവരുടെ ഭാഷയിൽ പറയും. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ ഉലമാക്കളും ഉമറാക്കളുമാണ് ദീനിനെ ഭരിക്കേണ്ടുന്നവർ. ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരാണ്. അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെ ദീൻ പഠിച്ച് പ്രസംഗിച്ച് ദർസ് എടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് കാളിയായി അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ ഉലമാക്കൾ. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ പള്ളി പരിപാലനം, പള്ളി കമ്മിറ്റി, മദ്രസ കമ്മിറ്റി, അവിടുത്തെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ സമുദായത്തിൻ്റെ ഉമ്മത്തിൻ്റെ
കാവൽക്കാരായിട്ടുള്ള ആളുകൾ, കൈകാര്യകർത്താക്കളായിട്ടുള്ള ആളുകൾ, അത് ഈ മഹല്ലുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും, മഹല്ല് കമ്മിറ്റി ആയിരിക്കും. സമസ്തയുടെ മേൽനോട്ടം അത്തരം കാര്യങ്ങളിലുണ്ട്. അപ്പം ആ അർത്ഥത്തിലുള്ള ഉമറാക്കൾ മുന്നിലിരുത്തിക്കൊണ്ട് ഇദ്ദേഹം ഇത് പറയുന്നുണ്ട്. അതിൽ വളരെ രസകരമായ രീതിയിലാണ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ദൈവത്തിൻ്റെ മതത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലും അതിൻ്റെ പ്രാധാന്യം വിളിച്ചു പറയുന്നതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ ശരിയായ രീതിയിൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ എലമെൻസും, ഒരു സെയിൽസ് പിച്ചിൻ്റെ എല്ലാ എലമെൻസും ചേർത്ത് ഒരു സാധനം ആൾ മേടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നൊരാളെ ബോധ്യപ്പെടുത്തുന്നത് പോലെയാണ് ഈ ഉമറാക്കളെ ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്താൻ അവരുടെ ബാധ്യതയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഇസ്ലാം ആയതുകൊണ്ട് കുറച്ച് ഹൊററും കുറച്ച് പിന്നെ എന്താ പറയുക ഐറ്റംസ് ഒക്കെ അതിനകത്ത് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉമറാക്കളെ ഈ പ്രശ്നത്തിന് ഗൗരവം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും നാട്ടിൽ മദ്രസയിൽ കുട്ടികൾ കുറയുന്നത് അതിൻ്റെ ഉത്തരവാദിത്തം ഉമറാക്കൾ ഏറ്റെടുക്കണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അങ്ങനെ കുട്ടികൾ മദ്രസ പഠനത്തിലേക്ക് തിരിച്ചു വരികയും കുട്ടികൾ പൂർണ്ണമായിട്ട് മദ്രസയിലേക്ക് വരുന്നില്ല, മതപഠനം തുടരുന്നില്ല എങ്കിൽ നാട്ടിൽ വലിയ ധാർമ്മിക പ്രശ്നങ്ങൾ ഉണ്ടാവും, വലിയ കോലാഹലങ്ങളും അരാജകത്വം ഉണ്ടാവും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുകയും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം നാളെ നിങ്ങൾ അള്ളാഹിനോട് ഉത്തരം പറയേണ്ടി വരും എന്ന് പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കേട്ടോ. അതിലെ കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു ഗൗരവം അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് തന്നെ അത് ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഡ്രോപ്പ് ഔട്ട് നിർത്തണം ആദ്യം, അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. നമ്മൾ വിജയത്തിന്റെ മാത്രം കഥ പറഞ്ഞാൽ പോരാ, നമ്മുടെ കുറവുകളുടെ കഥ കൃത്യമായി പരിശോധിക്കണം. അതോടൊപ്പം കുട്ടി മദ്രസയിൽ ജയിച്ചാൽ പോരാ. 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടി മദ്യപാനികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അവന്റെ ഈ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഒരു കുതന്ത്രമല്ലല്ലോ. എങ്ങനെയെങ്കിലും കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കുട്ടി പാസ്സായാൽ പോരല്ലോ. ആ കുട്ടിയിൽ ഈ മദ്രസ ക്ലാസ്സിൽ കൊടുത്ത ഉത്ബോധനം ആ കുട്ടിയുടെ കയ്യിൽ നിൽക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമാണുള്ളത്? ഇവിടെ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് തന്നെയാണ് ഇദ്ദേഹം പറയുന്ന കാര്യത്തില് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം. ഇത് നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതൊന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ സംസാരിക്കുകയും ചെയ്യും. ഇദ്ദേഹം പറയുന്നത് കൊഴിഞ്ഞുപോക്ക് നിർത്തണം, അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. ഇതിൽ പങ്കെടുത്ത് പ്രസംഗിച്ച വേറൊരു കമ്മിറ്റിയുടെ പ്രതിനിധി പറഞ്ഞത് 1ാം ക്ലാസ്സിലേക്ക് പുതിയ കുട്ടികളെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉള്ള കുട്ടികൾ മദ്രസയിൽ നിന്ന് കൊഴിഞ്ഞു പോകാതെ നോക്കൽ വളരെ അത്യാവശ്യമാണ്. കാരണം അത്ര വലിയ പ്രശ്നമാണ്. എല്ലാ മദ്രസയിലും പ്രശ്നമുണ്ട്, കുട്ടികൾ മദ്രസയ്ക്ക് വരുന്നില്ല. 4ാം ക്ലാസ്സിൽ, 3ാം ക്ലാസ്സിൽ, 5ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിലൊക്കെ വെച്ച് കുട്ടികൾ പഠനം നിർത്തുന്നു. ചിലർ പാതിക്ക് നിർത്തുന്നു, ചിലർ 5ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുത്ത് ചുമരിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് നിർത്തുന്നു, ചിലർ 7ാം ക്ലാസ് തട്ടി മുട്ടിയും പോകുന്നു. 10ാം ക്ലാസ്സിലൊക്കെ എത്തുന്നവർ അപൂർവമാണ്. +2ൻ്റെ കാര്യം പിന്നെ പറയാനുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാണ്. ഇനി എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്താണ് ഈ പ്രശ്നത്തിൻ്റെ കാരണം? ഇത് ന്യൂസ് 18ൻ്റെ ഒരു പ്രതിനിധി ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ഈ പറഞ്ഞത്? വലിയ കണക്കുകളൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്. ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നത്തെ നിങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത്? എന്താണ് നിങ്ങൾ ഇതിന് കാണുന്ന പ്രതിവിധി? ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഒരു ചോദ്യം ഒന്ന് കേൾക്കുക. ഇപ്പോൾ ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ തന്നെ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ അബ്ദുൽ സമദ് പൂക്കോട്ടൂർ, താങ്കൾ കണക്കുകൾ നിരത്തിയാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് കുട്ടികൾക്ക് മതപഠനത്തിനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നു എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്? കുട്ടികൾക്ക് മതപഠനത്തിൽ താല്പര്യം കുറയുന്നു എന്നതിനേക്കാൾ രക്ഷിതാക്കൾക്ക് കുട്ടികളെ മതപരമായി പഠിപ്പിക്കാനുള്ള താല്പര്യം കുറയുന്നു എന്നതാണ് പ്രധാന കാരണം. അതാണ് പ്രധാന കാരണം. ശരിയാണല്ലോ. കാരണം കുട്ടികൾ മദ്രസകളിൽ പോകുന്നത് കുട്ടികളുടെ സ്വന്തം ഇഷ്ടത്തിലൊന്നല്ല. ഇപ്പോൾ ഒരു സ്കൂളിലായാലും കുട്ടികൾ, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ, നമ്മൾ രക്ഷിതാക്കൾ ആണല്ലോ ആ കുട്ടിയുടെ നല്ലത് ചിന്തിച്ച് മദ്രസയിലോ സ്കൂളിലോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. സ്കൂളിലാണെങ്കിൽ ഏത് സ്കൂളിൽ, അംഗൻവാടിയാണെങ്കിൽ ഏത് അംഗൻവാടി, ഇതൊക്കെ രക്ഷിതാക്കൾ ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി, ആ കുട്ടിയുടെ നല്ല ഭാവിക്ക് വേണ്ടി, ആ കുട്ടിയുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണല്ലോ രക്ഷിതാക്കൾ ഒരു പാഠശാല കുട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾ സ്വന്തം നിലക്ക് കൊഴിഞ്ഞു പോകുന്നതൊന്നുമല്ല. കുട്ടികൾ മദ്രസയിൽ പഠനം നിർത്തുന്ന സ്വന്തം നിലക്കാണെന്ന് വിചാരിക്കാൻ വയ്യ. രക്ഷിതാക്കൾ കുട്ടികളെ മദ്രസയിൽ വിടാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊരു സത്യമാണ്, സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കണക്കുകളുണ്ട്, അദ്ദേഹത്തിന് കണക്കുണ്ട്, കൃത്യം കണക്കാണ്. അപ്പോൾ ഇനി എന്താ പരിഹാരം? പരിഹാരം എന്തുകൊണ്ട് കുട്ടികളെ മദ്രസയിലേക്ക് വിടണ്ട എന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കുന്നു എന്നിവർ രക്ഷിതാക്കളുമായി സംസാരിക്കണം. രക്ഷിതാക്കൾ കുട്ടികളുടെ കാര്യത്തിൽ അവരുടെ കൺസേൺ എന്താണെന്ന് മനസ്സിലാക്കണം. മദ്രസയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് പരിഹരിക്കണം. എൻ്റെ മനസ്സിലാക്കലിൽ 2 കാരണങ്ങൾ കൊണ്ട് കുട്ടികളെ രക്ഷിതാക്കൾ സ്കൂളിൽ വിടുന്നില്ല. 2 അല്ല 3 കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും കുറവ് മാത്രം പരിഗണിക്കാവുന്ന ഒരു കാരണം, രക്ഷിതാക്കൾക്ക് കുട്ടികളെ മതം പഠിപ്പിക്കണം എന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അവരങ്ങനെ മതത്തിലായിപ്പോയി. രക്ഷിതാക്കൾ അവരവരുടേതായ രീതിയിൽ ജീവിക്കുന്നു. കുട്ടികൾ അവർ വളർന്നിട്ട് പതിയെ മതം പഠിച്ചാൽ മതി എന്ന് തീരുമാനിക്കുന്ന ആളുകൾ. അവരിൽ മുർത്തദ്മാരുണ്ടാവാം, മുനാഫിക്കുകളായിട്ട് ജീവിക്കുന്നവരുണ്ടാവാം, ഈ സമൂഹത്തിനെയും ഉമ്മത്തിനെയും പേടിച്ചുകൊണ്ട് മതനിരാസം തുറന്നു പറയാത്തവരുണ്ടാവാം, തീരെ വിശ്വാസം നഷ്ടപ്പെട്ടവരുണ്ടാവാം, പലതരം ആളുകളുണ്ടാവാം. അത്തരം ആളുകൾ എണ്ണത്തിൽ വളരെ കുറവായിരിക്കും. രണ്ടാമത്തെ ഒരു വിഭാഗം ആളുകൾ മദ്രസ പഠനം കുട്ടിയുടെ പൊതുവായ മുന്നോട്ട് പോക്കിനോ ഭൗതികമായ വിദ്യാഭ്യാസത്തിനോ കുട്ടിയുടെ പൊതുവായ സ്വഭാവ രൂപീകരണത്തിനോ തടസ്സമാകും
എന്ന് വിചാരിക്കുന്നത് കൊണ്ട് മദ്രസ ഒഴിവാക്കി ഭൗതിക വിദ്യാഭ്യാസത്തിന് താല്പര്യം കൊടുക്കുന്ന, പ്രാധാന്യം കൊടുക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടാവും. അത് ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ്. മൂന്നാമത്തെ ഒരു വിഭാഗം, ഇന്ന് നമ്മുടെ നാട്ടിലെ മദ്രസകളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാർത്തകളും അവസ്ഥകളും നേരിട്ടറിയാവുന്നതും കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ മദ്രസയിലെ ഉസ്താദുമാരുടെ കയ്യിൽ സുരക്ഷിതരല്ല, അവർ ഈ പറയുന്ന തള്ളിമറിക്കുന്ന ധാർമ്മികതയൊന്നും ഉസ്താദുമാർക്ക് കുട്ടികളോട് പെരുമാറുമ്പോൾ ഇല്ല എന്ന് അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ട രക്ഷിതാക്കൾ, അങ്ങനെ ഉസ്താദുമാർക്ക് എന്താ പറയുക, തട്ടിക്കളിക്കാനുള്ളതല്ല ഞങ്ങളുടെ കുട്ടികൾ, അതുകൊണ്ട് ഞങ്ങളെ കുട്ടികളെ മതം എന്താണെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം, മദ്രസയിലേക്ക് തൽക്കാലം വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തീരുമാനമെടുത്ത രക്ഷിതാക്കളും ഉണ്ടാവാം. ഇതെന്റെ നിരീക്ഷണമാണ്. അബ്ദുസമദ് പൂക്കോട്ടൂരിന് ചിലപ്പോൾ വേറെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുന്നു. ഈ മൂന്നാണെങ്കിലും എന്താ പ്രശ്നം? ഈ മൂന്നാണെങ്കിലും പ്രശ്നം ഇസ്ലാമും ഇസ്ലാമിന്റെ സംവിധാനമായിട്ട് നിലനിൽക്കുന്ന ഈ മദ്രസ സംവിധാനവും അതിനെ ഭരിക്കുന്ന ഉലമാക്കളും ഉമറാക്കളുമാണ്. ഈ മൂന്ന് പ്രശ്നത്തിനും കാരണം അതാണ്. ഈ മൂന്ന് പ്രശ്നത്തിന്റെയും പരിഹാരം മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം അടിമുടി പൊളിച്ചെഴുതുക എന്നതാണ്. അത് കാലത്തിനനുസരിച്ചായിരിക്കണം. നിങ്ങൾ മതം തന്നെ പഠിപ്പിച്ചോ, നിങ്ങൾ ഖുർആൻ തന്നെ പഠിപ്പിച്ചോ, പക്ഷെ അതിന്റെ രീതി, അതിന്റെ മട്ട്, ഭാവം, സിലബസ്, പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ ക്വാളിറ്റി, അവിടുത്തെ കോലം എല്ലാം മാറ്റേണ്ടി വരും. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ കാതലായ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങളെ ഒന്നും അഡ്രസ് ചെയ്യാതെ ഇദ്ദേഹം ഇനി കൊടുക്കാൻ പോകുന്ന വിശദീകരണം എന്താ വെച്ചാൽ, കുട്ടികൾ മദ്രസയിലേക്ക് വിടാത്ത രക്ഷിതാക്കൾ ആകെ കുട്ടികളെ ഭൗതിക വിദ്യാഭ്യാസം നേടി നല്ല ജോലി വാങ്ങി പൈസ ഉണ്ടാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് ഇത്തരം ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന ഒരൊറ്റ പ്രശ്നത്തെ ഉന്നയിക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത്. എന്നിട്ട് അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ ഭീകരമായ അരാജകത്വവും മൂല്യച്യുതിയും ധാർമ്മികത ഇല്ലാത്ത ഒരവസ്ഥയും ഒക്കെ ഉണ്ടാവും. അതിന് പിന്നെ അപ്പം നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കുട്ടികൾ LGBT ആക്ടിവിസത്തെ അംഗീകരിക്കും, അവർ അത്തരം ആളുകളെ ഒക്കെ മനുഷ്യരായിട്ട് പരിഗണിക്കും, അതിനെയൊക്കെ ഉൾക്കൊള്ളും. അതേപോലെ തന്നെ കുട്ടികൾ ഇതര മതസ്ഥരെ വിവാഹം കഴിക്കും. ഇതൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന ഭീകരമായ ദുരന്തങ്ങളായിട്ട് അദ്ദേഹം പറയുന്നത്. എന്തായാലും നമുക്കൊന്ന് കേൾക്കാം. ഇതിനൊക്കെയുള്ള പരിഹാരം കുട്ടികളെ മദ്രസ പഠിപ്പിക്കലാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. അതേ സമയത്ത് ഇദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. കുട്ടികൾ വെറുതെ മദ്രസ പഠനം പൂർത്തിയാക്കിയിട്ട് കാര്യമില്ല. 5ാം ക്ലാസ്സിലത്തെ സർട്ടിഫിക്കറ്റും 7ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റും കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. അവർ മതം പറയുന്ന അരുതുകളിലേക്ക് ചെല്ലാതെ കൃത്യമായ മതനിഷ്ഠയിൽ ജീവിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ കഴിയണം. ഇതാണ് ഇതിന്റെ ഒരു മാനകം. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതിനെ അളക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ വീട്ടിൽ നിന്ന് നിർദ്ദേശിക്കുന്ന വിധം പഠിക്കാനും മുന്നോട്ട് പോകാനും അവർ തൽപരരാണെങ്കിലും നമ്മുടെ ഇന്നത്തെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേവലം ഒരു ജോലി ലക്ഷ്യമാക്കിയുള്ള പഠനം മാത്രമാണ് പ്രധാനം. ഭൗതിക വിദ്യാഭ്യാസമാണെങ്കിലും ധാർമ്മികതയോ മൂല്യബോധമോ നൽകുന്നതിന് പകരം ഒരു കോഴ്സ് പാസ്സായി കുട്ടി ഒരു ഏണിംഗ് മെമ്പറായി മാറുക എന്നതാണ് ഓരോ രക്ഷിതാക്കളും ഇന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെങ്ങനെയാണ് രക്ഷിതാക്കളെ കുറ്റം പറയാൻ പറ്റുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസം ലഭിക്കുക, മികച്ച വിദ്യാഭ്യാസം കിട്ടുക, മികച്ച സംസ്കാരത്തിൽ വളരുക എന്നത് ഏത് രക്ഷിതാക്കളുടെയും ആഗ്രഹമാണ്. അബ്ദുസമദ് പൂക്കോട്ടൂരിന്റെ കുട്ടികളെ അദ്ദേഹം നല്ല രീതിയിൽ പഠിപ്പിക്കും, അദ്ദേഹത്തിന്റെ പേരക്കുട്ടികളെ അദ്ദേഹം നല്ല രീതിയിൽ പഠിപ്പിക്കും. സ്വാഭാവികമല്ലേ? ജോലി ലക്ഷ്യമാക്കിയിട്ട് തന്നെയാണല്ലോ കുട്ടികൾ പഠിക്കുന്നത്. കാരണം കുട്ടികളുടെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് കുട്ടികൾക്ക് അറിവുണ്ടാവണം, പ്രായോഗികമായിട്ടുള്ള അറിവുണ്ടാവണം, അവർക്ക് പ്രാഗൽഭ്യം ഉണ്ടാവണം. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം നേടാൻ അവർ ശ്രമിക്കും. അതിന് തടസ്സമാകുന്നത് അവർ ആ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തും. അതിനെങ്ങനെയാണ് രക്ഷിതാക്കളെ കുറ്റം പറയുക? അതൊരു കുറ്റമാണോ? നിങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസം എന്ന പേരിൽ നടത്തുന്ന കോളേജുകളുടെയും എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും ഒക്കെ ഉദ്ദേശം എന്താണ്? മതപഠനത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം. അല്ലാതെ ഭൗതിക വിദ്യാഭ്യാസം വേണ്ട, മതപഠനം മതി എന്നാണോ? അതല്ല, മതപഠനം കൊടുക്കാൻ വേണ്ടി അതിന് സൈഡായിട്ട് വെച്ചതാണോ? അപ്പൊ എല്ലാവരും കുട്ടികളെ ഉയർന്ന വിദ്യാഭ്യാസം കൊടുക്കാനും നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും അവർക്ക് നല്ല ജോലി നേടുന്നതിനും നല്ല രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കാനും രക്ഷിതാക്കൾ ശ്രമിക്കും. ആ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ ആഗ്രഹം മാത്രമാണ് മദ്രസയിൽ കുട്ടികളെ പറഞ്ഞേക്കാത്തതിന്റെ കാരണം എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരു തമാശയായിട്ട് ഒരു കാര്യം പറയാം. ഇന്നത്തെ രക്ഷിതാക്കൾ ഇന്നലത്തെ മദ്രസയിലോ ദർസിലോ പഠിച്ച വിദ്യാർത്ഥികളായിരുന്നു എന്നത് അബ്ദുസമദ് പൂക്കോട്ടൂർ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊണ്ട് പണസമ്പാദനത്തിന്റെ മേഖല വെട്ടിത്തുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആ കുട്ടിയെ ഭൗതിക വിദ്യാലയത്തിൽ കൂടുതൽ മാർക്ക് നേടി പഠിപ്പിച്ച് ഉയർന്ന മേഖലയിലേക്ക് വിടുക എന്നതല്ലാതെ ധാർമ്മിക മൂല്യം ഈ കുട്ടിയിൽ വളർത്തണം എന്ന താല്പര്യം രക്ഷിതാക്കൾക്ക് കുറഞ്ഞു വന്നിരിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യാഘാതമായി കുട്ടികൾ പലപ്പോഴും മയക്കുമരുന്നിന് അടിമകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുമ്പോൾ അവർ ഖേദിക്കുകയും അതിന്റെ പേരിൽ പിന്നീട് അവർ ഖേദിച്ച് വളരെ പ്രയാസപ്പെട്ട് ആത്മഹത്യ പോലും രക്ഷിതാക്കൾ ചെയ്യുന്ന പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ കുട്ടികൾക്ക് ധാർമ്മികരായിട്ട് ജീവിക്കണം എന്നൊന്നും ഇപ്പൊ രക്ഷിതാക്കൾക്ക് വലിയ താല്പര്യമില്ല. എങ്ങനെങ്കിലും പഠിച്ച് ജോലി കിട്ടിയാൽ മതി എന്ന രീതിയിലാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു വരുന്നതനുസരിച്ച് രക്ഷിതാക്കൾക്ക് മതബോധം പണ്ടേ ഇല്ല എന്നാണ് അതിന്റെ അർത്ഥം. മതബോധമില്ലാത്ത രക്ഷിതാക്കളുടെ മക്കളെ നിങ്ങൾ എങ്ങനെ മതബോധത്തിലേക്ക് വിളിച്ചിട്ട് എന്താ കാര്യം എന്നതൊരു ചോദ്യം. രണ്ടാമത്തത്, മദ്രസയിൽ പഠിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളാകെ മയക്കുമരുന്നും മദ്യത്തിനും അടിമകളായി നശിച്ച് പോകും
രക്ഷിതാക്കൾക്ക് അങ്ങനെയൊന്നും ആയാലും കുഴപ്പമില്ല, കുട്ടിക്ക് നല്ല ജോലി കിട്ടിയാൽ മതി എന്ന ചിന്തയാണ് എന്നാണ്. ഈ രണ്ടും വാസ്തവ വിരുദ്ധമാണ്. ഇത് രണ്ടും യഥാർത്ഥത്തിലുള്ള പ്രശ്നമല്ല. എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം? ഡ്രോപ്പ് ഔട്ട് നിർത്തണം ആദ്യം. അതാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. നമ്മൾ വിജയത്തിന്റെ മാത്രം കഥ പറഞ്ഞാൽ പോരാ, നമ്മുടെ കുറവുകളുടെ കഥ കൃത്യമായി പരിശോധിക്കണം. അതോടൊപ്പം കുട്ടി മദ്രസയിൽ ജയിച്ചാൽ പോരാ. 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 7ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടി മദ്യപാനികളുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. അവന്റെ ഈ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതി പാസ്സാകാനുള്ള ഒരു കുതന്ത്രമല്ലല്ലോ. എങ്ങനെയെങ്കിലും കുറെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് കുട്ടി പാസ്സായാൽ പോരല്ലോ. ആ കുട്ടിയിൽ ഈ മദ്രസ ക്ലാസ്സിൽ കൊടുത്ത ഉത്ബോധനം ആ കുട്ടിയുടെ കയ്യിൽ നിൽക്കണ്ടേ? അതില്ലെങ്കിൽ പിന്നെ എന്താ അർത്ഥമാണുള്ളത്? അപ്പൊ ഇദ്ദേഹം നേരത്തെ പറഞ്ഞ രക്ഷിതാക്കളെ പേടിപ്പിക്കാൻ പറഞ്ഞ ആ കാര്യത്തിലുള്ള ഉത്തരം ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ കണക്കെടുക്ക്, നിങ്ങളെ മഹല്ലിലെ കണക്കെടുക്ക്. നിങ്ങൾ സെൻസസിന്റെ കാര്യമൊക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ മഹല്ലിലെ കൃത്യമായ ഒരു രഹസ്യാന്വേഷണം നടത്തിയിട്ട് അതില് കള്ള് കുടിക്കുന്ന, മോഷണം നടത്തുന്ന, അതല്ലെങ്കിൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന, പലിശയുമായി ബന്ധപ്പെട്ട ഇടപാട് നടത്തുന്ന, അതല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന, ഹവാല പണമിടപാട് നടത്തുന്ന എന്ന് തുടങ്ങി ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ അവരൊക്കെ മദ്രസ ഡ്രോപ്പ് ഔട്ടാണോ? നിങ്ങൾ പരിശോധിച്ചാൽ മതി. അതല്ല, അവരൊന്നും മദ്രസ ഡ്രോപ്പ് ഔട്ട് അല്ല. അവരുടെയൊക്കെ ചുമൽ 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും പൊതുപരീക്ഷയുടെ സർട്ടിഫിക്കറ്റ് തൂങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മദ്രസയിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ചില്ലെങ്കിൽ കുട്ടികൾ വഴിതെറ്റി പോകും എന്ന് വിലപിക്കുന്നതിൽ എന്ത് ആത്മാർത്ഥ്യാണുള്ളത്? ഈ രണ്ട് കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് പുനഃപരിശോധിക്കണം. എന്തായാലും നിങ്ങൾ കണക്കെടുക്കുകയാണല്ലോ, അപ്പൊ ഈ കണക്ക് കൂടി നിങ്ങളൊന്ന് എടുത്തോളൂ. കുട്ടികളെ മാതാപിതാക്കൾ വളരെയേറെ സ്നേഹിക്കുന്നു. ഈയിടെ നിങ്ങൾക്കറിയാമല്ലോ, കൊല്ലത്ത് ഒരു മാതാവ് തന്റെ കുട്ടി വിദേശത്തെ ആക്സിഡന്റിൽ മരണപ്പെട്ടപ്പോൾ ആ മാതാവ് ഡോക്ടറായിട്ട് പോലും ആത്മഹത്യ ചെയ്തു. അതിന്റെ കാരണം കുട്ടികളോടുള്ള അദമ്യമായ സ്നേഹമാണ് അവർ പ്രകടമാക്കിയത്. അവിടെ മാനസികമായി പിടിച്ചു നിൽക്കാൻ പോലും ഡോക്ടറായ മാതാവിന് കഴിഞ്ഞില്ല. ഈ ഒരു അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്. കാരണം കുട്ടികൾക്ക് കേവലമായ വിദ്യാഭ്യാസവും ധനസമ്പാദനവും മാത്രം പോരാ. കുട്ടികൾക്ക് മാതാപിതാക്കളോട് അല്ലെങ്കിൽ മാതാപിതാക്കൾ കുട്ടികളോടുള്ളത് ഭയങ്കരമായിട്ടുള്ള സ്നേഹമാണ്. അവരെ എല്ലാ അർത്ഥത്തിലും നന്മയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ അവരെന്തായാലും കുഴപ്പമില്ല, അവർ പിന്നെ മയക്കുമരുന്നിന് അടിമപ്പെട്ടാലും കുഴപ്പമില്ല, അവർ അധാർമിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും കുഴപ്പമില്ല, അവർ കുറെ ജോലി ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന ചിന്തയല്ല രക്ഷിതാക്കൾക്കുള്ളത് എന്നതിന്റെ തെളിവാണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം. നിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായ ഒരു തെളിവാണ് ഇപ്പൊ നിങ്ങൾ വെച്ചത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതപഠനം അനിവാര്യമാണ്. ആ മതപഠനത്തിന് വേണ്ടി ഒരുപാട് മദ്രസകൾ, 10,000-കണക്കിന് മദ്രസകൾ നടത്തുന്നു, കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നു. പക്ഷേ അതിന്റെ ഫലം ലഭ്യമാകാത്തതിന്റെ പ്രധാന കാരണം പ്രൈമറി തലത്തിൽ ഈ മദ്രസകൾ അവസാനിക്കുകയാണ്. 15 വയസ്സ് പ്രായമാകുന്നതിന് മുമ്പ് ഒരു 5ാം ക്ലാസ് മദ്രസ മാത്രം, ബേസിക് നോളജ് മാത്രം നേടിക്കൊണ്ട് കുട്ടി പിന്നീട് ഭൗതിക മേഖലയിലേക്ക് പോവുകയാണ്. കുട്ടിയുടെ കയ്യിൽ ഇന്റർനെറ്റ്, അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ കാലം പോലെയല്ല. കുട്ടിക്ക് ഉപകരണങ്ങളുടെ വേലി കെട്ടാൻ നമുക്ക് കഴിയില്ല. നെറ്റ് ഉപയോഗിക്കരുത്, TV ഉപയോഗിക്കരുത്, മൊബൈൽ ഉപയോഗിക്കരുത് എന്നൊന്നും പറയാൻ ഇക്കാലഘട്ടത്തിൽ ഒരിക്കലും നമുക്ക് അർഹതയില്ലെന്ന് മാത്രമല്ല, നടക്കുന്ന കാര്യവുമല്ല. എത്ര ഓപ്പൺ ആയിട്ടാണ് ഉസ്താദ് കാര്യം പറയുന്നത്. ഇപ്പൊ നെറ്റ് ഉപയോഗിക്കരുത്, ഫോൺ ഉപയോഗിക്കരുത്, മൾട്ടിമീഡിയ അല്ലെങ്കിൽ എന്താ പറയുക ടച്ച് സ്ക്രീൻ കൊടുക്കരുത്, കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുക്കരുത് എന്നൊന്നും ഇനി പറയാൻ നമുക്ക് അർഹതയില്ല. അർഹതയുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. TV കാണരുത്, ക്യാരംസ് കളിക്കരുത്, ക്യാമറയിൽ ഫോട്ടോ എടുക്കരുത്, വീഡിയോ ചെയ്യരുത്, എന്തൊക്കെ പറഞ്ഞു നടന്ന കാലം. അന്ന് പറയാൻ മൂല്യന്മാർക്ക് അർഹത ഉണ്ടായിരുന്നു. കാരണം മൂല്യന്മാർക്ക് അന്ന്, എല്ലാ മൂല്യന്മാർക്കല്ല, മൂല്യന്മാരിലെ ഭൂരിപക്ഷം ആളുകൾക്കും അന്ന് അത്തരം സംവിധാനങ്ങൾ ലോകത്ത് ആധുനികമായി മനുഷ്യർ കണ്ടെത്തുന്ന ആധുനികമായ സങ്കേതങ്ങളിലേക്ക് ഏറ്റവും ആദ്യം കൈപ്പിടിയിൽ ഒതുക്കാനുള്ള പാങ്ങുണ്ടായിരുന്നില്ല. കാരണം ആദ്യ കാലഘട്ടങ്ങളിലെ ബഹുഭൂരിപക്ഷം മദ്രസകളിലും പള്ളി ദർസുകളിലും ദർസിലേക്ക് കുട്ടികൾ ചെന്നുപെട്ടിരുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളായിരുന്നു കൂടുതലും. ഭൂരിപക്ഷം, അല്ലാത്തവരില്ല എന്നല്ല, ഭൂരിപക്ഷം യതീംഖാനകളിലും പള്ളി ദർസുകളിലേക്കും കുട്ടികളെ പറഞ്ഞേക്കും. എന്തിനു വേണ്ടിയിട്ടാ? 8, 10, 12 കുട്ടികളുണ്ടാവും. അപ്പൊ 2 ദർസിൽ പോട്ടെ, 2 മദ്രസിൽ പോട്ടെ, 2 അങ്ങനെ വിടും, 2 വേറെ ദർസിൽ പോകും. അപ്പൊ അത്തരം ഒരു കാലഘട്ടത്തിൽ മൂല്യന്മാർക്ക് പിന്നെ കയ്യിലില്ലാത്ത ഗാഡ്ജറ്റ്സ് ഒക്കെ ഹറാമായിരുന്നു. മൊബൈൽ ഫോണിന്റെ തൊട്ട് മുൻപുള്ള കാലം, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഈ ടച്ച് സ്ക്രീനും ഇന്റർനെറ്റും ഒക്കെ വന്ന സമയത്ത്, കമ്പ്യൂട്ടർ വന്ന സമയത്ത്, TV വന്ന സമയത്ത്, ക്യാമറ വന്ന സമയത്ത്, എല്ലാത്തിലും നിങ്ങൾക്ക് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് കാണാൻ പറ്റും. അപ്പൊ ഈ ഉസ്താദിന് ഇപ്പൊ തിരിച്ചറിയാം, ഇനി അത്തരം ഗാഡ്ജറ്റുകളുടെ അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഇടയ്ക്ക് വേലി കെട്ടി വിശ്വാസികളെ മാറ്റി നിർത്താനുള്ള യോഗ്യത ഉസ്താദുമാർക്കില്ല, മൂല്യമാർക്കില്ല. അതിനുള്ള അർഹതയില്ല ധാർമ്മികമായിട്ട്. കാരണം അവരതിന്റെ ഉപഭോക്താക്കളാണ്, അത് അവർ നന്നായിട്ട് ഗുണഭോക്താക്കളാണ് അതിന്റെ. അതുകൊണ്ട് അവർക്ക് ഇനി അരുത് എന്ന് പറയാൻ പറ്റില്ല. ആധുനിക കാലത്ത് ഇതൊന്നും നിഷേധിച്ചുകൊണ്ട് ഇതൊന്നും കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സ്വാഭാവികമായും കുട്ടിയുടെ മനസ്സിന് മതിൽ കെട്ടുകയാണ് ആവശ്യം. മോറൽ എന്ന് പറയുമ്പോൾ കൺസേണിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഏത് റോങ് ഏത് എന്ന് കുട്ടിക്ക് തിരിച്ചറിയാൻ പറ്റുന്ന വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ, അത് ഉൾക്കൊള്ളാൻ പാകതയുള്ള ഒരു പ്രായം വരെയെങ്കിലും അത് കൊടുക്കണം. അത് നടക്കുന്നില്ല എന്നാണ് ഇന്നലെ കോഴിക്കോട്ട് വെച്ച് മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതിനിധികളെ വിളിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. യെസ്, അത് കറക്റ്റ്. ഇപ്പൊ നിങ്ങൾ കറക്റ്റ് പോയിന്റിലേക്ക് എത്തി. ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, അരുതുകളും ചെയ്യരുത് എന്ന് പറയുന്നതും തെറ്റും ശരിയും ഒക്കെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, ഇതിനെ പറഞ്ഞു പഠിപ്പിച്ചാൽ മാത്രം പോരാ, അത് അവർക്ക് ബോധ്യപ്പെടുന്ന പ്രായം വരെ അത് തുടരുകയും അതിൽ അവരുടെ മനസ്സുറപ്പിക്കും വേണം.
ഇവിടെ പ്രശ്നം ഇതാണ് പ്രശ്നം. നിങ്ങൾ മദ്രസയിൽ നിന്ന് പഠിപ്പിക്കുന്ന ധാർമ്മികത എന്ന് പറഞ്ഞാൽ എന്താണ് ധാർമ്മികത? ആ ധാർമ്മികതയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്നത്തെ കാലത്ത് മനുഷ്യരോട് പറയാൻ പറ്റാത്ത ധാർമ്മികത അതിനകത്തുണ്ടോ? ഉണ്ട്. നിങ്ങളുടെ പ്രസംഗത്തിൽ വരെയുണ്ട്. ഭിന്നനായി ലിംഗക്കാരെ മനുഷ്യരായിട്ട് പോലും പരിഗണിക്കാത്ത ഒരു കാലം എന്ന് നിങ്ങൾ ഈ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അവരങ്ങനെ തന്നെ പരിഗണിക്കേണ്ടവരാണ്, അവരെ മനുഷ്യരായി പോലും പരിഗണിക്കേണ്ടതല്ല എന്ന തരത്തിൽ നിങ്ങൾ പ്രസംഗിക്കുന്നത് ഇതേ വിഷയം നിങ്ങൾ സംസാരിക്കുന്നതിനിടയിലുണ്ട്. അപ്പോൾ ആ മൂല്യം കുട്ടികൾക്ക് ഇന്ന് ഉൾക്കൊള്ളാൻ പറ്റുമോ? ഇല്ല. അവരെ സംബന്ധിച്ച് എല്ലാവരും മനുഷ്യരാണ്, സഹജീവികളാണ്. മുസ്ലിങ്ങളല്ലാത്തവർ, അവിശ്വാസികൾ, അവരെക്കുറിച്ച് മോശമായ ചിത്രം, അവരെന്തോ കുറഞ്ഞവരാണ് എന്ന ഒരു ധാർമ്മികത, അവരൊക്കെ വഴിപിഴച്ചവരാണ് എന്നൊരു ചിന്ത, ഇസ്ലാം മാത്രമാണ് സത്യം, അതല്ലാത്തതൊക്കെ സത്യത്തെ നിഷേധിക്കലാണ് എന്നൊരു ചിന്ത, ഇതൊക്കെ കുട്ടികളിൽ ഇന്നത്തെ കാലത്ത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് ബോധ്യപ്പെടുമോ ഉസ്താദേ? ഇല്ല. ഞാൻ പണ്ട് ABC എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ചർച്ചയിൽ എൻ്റെ ഒരു അനുഭവം പറഞ്ഞ സമയത്ത് എൻ്റെ മോള് മദ്രസയിൽ പോയി വന്നിട്ടുള്ള ഒരു അനുഭവം പറഞ്ഞു. അപ്പം അന്ന് ഞാൻ മദ്രസയിൽ പോണ്ട, ഇനി മുതൽ ഇനി പോണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കുട്ടികളിൽ വിശ്വാസി, ഞാൻ മുസ്ലിം, ഓന് ഹിന്ദു, ഓന് ക്രിസ്ത്യൻ എന്ന ചിന്ത വിത്തുപാകുന്ന ഇടം മദ്രസയാണ്. അതിനു മുമ്പ് വിവരമില്ലാത്ത വല്ല മാതാപിതാക്കളും വീട്ടിൽ നിന്ന് വിവരക്കേട് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും എന്നതല്ലാതെ സാധാരണഗതിയിൽ കുട്ടികൾ മനുഷ്യരെ മതത്തിന്റെ പേരിൽ വേർതിരിച്ച് കാണാൻ പഠിക്കുന്ന ഇടം മതപാഠശാലകളാണ്. അത് മദ്രസകളായാലും കൊള്ളാം, മറ്റേതെങ്കിലും മതപാഠശാലകളായാലും കൊള്ളാം. അതുകൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണെന്നും എല്ലാ മനുഷ്യരും തുല്യമായ അന്തസ്സുള്ളവരാണെന്നും ഉള്ള ഒരു ധാർമ്മികത പേറുന്ന ഈ കാലഘട്ടത്തിലെ ചെറിയ കുട്ടികൾക്ക് കുട്ടികളെ മതത്തിന്റെ പേരിൽ തരംതിരിച്ച് കാണാൻ പഠിപ്പിക്കുന്ന മതപാഠശാലകളിൽ നിന്ന് കിട്ടുന്ന ധാർമ്മികത അവർക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത്തരം ധാർമ്മികത പഠിപ്പിക്കുന്നിടത്ത് കുട്ടികളെ വിടണ്ടെന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കും. അപ്പൊ പ്രശ്നം നിങ്ങൾ അവിടെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്ന ധാർമ്മികതയിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ? കാലഘട്ടത്തിന് യോജിക്കാത്തതുണ്ടോ? പരിഷ്കരിക്കേണ്ടതുണ്ടോ? എടുത്തു മാറ്റേണ്ടതുണ്ടോ? അത് നിങ്ങൾ ആലോചിക്കാൻ തയ്യാറുണ്ടോ? ഇല്ല. അത് ആലോചിക്കാൻ പുള്ളി തയ്യാറില്ല. അതിന് സമസ്തയും തയ്യാറില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് 5ാം ക്ലാസ്സിലെ മദ്രസ പാഠഭാഗത്തിൽ നിസ്കരിക്കാത്തവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന പാഠഭാഗം പഠിപ്പിച്ച സമസ്തയാണ് ഈ സമസ്ത. 12ാം ക്ലാസ്സിലെ ഫിഖ്ഹിൽ ഇപ്പോഴും മതം ഉപേക്ഷിക്കുന്നവൻ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന് പഠിപ്പിക്കുന്ന സമസ്തയാണ് ഈ സമസ്ത. ഇതൊന്നും എൻ്റെ കുട്ടികൾ പഠിക്കണ്ട എന്ന് രക്ഷിതാക്കൾ തീരുമാനിച്ചാൽ ആരെ കുറ്റം പറയാൻ പറ്റും? അത് ഒരു അപകടകരമായ പ്രവണതയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ കുട്ടികൾ LGBT സംസ്കാരത്തിലേക്കും അതുപോലെ അന്യമതസ്ഥരുടെ കൂടെ ഓടിപ്പോകാനും നാം മക്കളെ ഈ രീതിയിൽ കാണുന്ന സാഹചര്യത്തിൽ ഖേദിച്ചിട്ട് ഫലമില്ല, അതിന് ബഹളം വെച്ചിട്ട് ഫലമില്ല. നമ്മൾ ഈ പ്രക്രിയ അവസാനിക്കണമെങ്കിൽ നമ്മൾ തൂമ്പിൽ വളമിട്ടത് കൊണ്ട് കാര്യമില്ല, മുരട്ട് തന്നെ വളമിടണം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ശരിക്കും ഒരു പക്വതയും പാകതയും മെച്ചർ ആകുന്നത് വരെ നല്ല മൂല്യബോധം പഠിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രക്ഷിതാക്കൾ ഉണരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെച്ചർ ആകുന്നത് വരെ ചെറിയ പ്രായത്തിൽ മൂട്ടിൽ വളമിട്ടു എന്ന് വിചാരിക്കുക. ചെറിയ കുട്ടിയിലെ മുരട്ടിൽ വളമിട്ടു. ചെറിയ കുട്ടികൾ 3ാം ക്ലാസ് മുതൽ അൽഫിത്ര തുടങ്ങിയിട്ട് ഇപ്പോൾ 10-20 കൊല്ലാവാനായില്ലേ? ഇല്ലേ? ഇവിടെ നഴ്സറി സ്കൂളുകളും LKG UKG pre-KG തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ വന്നപ്പോൾ അതിനെ മതപരമായ ബദൽ കൊണ്ടുവന്നവരാ നിങ്ങൾ തുടങ്ങി വെച്ചു എന്നല്ല. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈജിപ്തിൽ നിന്ന് കടമെടുത്ത പരിപാടി, തുർക്കിയിൽ നിന്ന് ഈജിപ്തിൽ നിന്നൊക്കെ കടമെടുത്ത് കൊണ്ടുവന്നു സാധനം. അതായത് പൊതു ഇടങ്ങളിൽ, പൊതു വിദ്യാലയങ്ങളിൽ, പൊതു നഴ്സറികളിൽ, അംഗൻവാടികളിൽ കുട്ടികൾ പോയി എല്ലാ മനുഷ്യരോടും ഇടകലർന്ന് ജീവിച്ച് പഠിക്കേണ്ടതിന് പകരം നിങ്ങൾ മതചിട്ട മാത്രം കുട്ടികളുടെ തലയിലേക്ക് കുത്തി നിറക്കാൻ വേണ്ടി അൽഫിത്ര തുടങ്ങി. അൽഫിത്ര എന്നൊരു പേരാണ്, പല പേരുകൾ അതിനുണ്ട്. 3 വയസ്സുള്ള കുട്ടികളെ കൊണ്ടുപോയിട്ട് നിങ്ങൾ മതധാർമ്മികത പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ഇപ്പൊ സ്ഥാപനങ്ങളില്ലേ? ഇനി എങ്ങനെയാണ് നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ചെറിയ ഒന്നും വലിയ ഒന്നും 2ഉം 3ഉം 4ഉം അങ്ങനെ പോയി 5ാം ക്ലാസ് പൊതുപരീക്ഷയിൽ നിന്നുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറി നിങ്ങളിപ്പം 3 വയസ്സുള്ള കുട്ടികളെ അൽഫിത്ര എന്ന് പറഞ്ഞ മതത്തിന്റെ ചിന്ത മാത്രമുള്ള തലച്ചോറുകൾ സൃഷ്ടിച്ചിറക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്താലും എന്താ പ്രശ്നം എന്നറിയോ പൂക്കോട്ടൂർ സാഹിബെ? കുട്ടികൾ ഇതൊക്കെ കഴിഞ്ഞ് ജീവിച്ചു വരുന്നത് ഈ പൊതുസമൂഹത്തിലേക്കാണ്. അവർ ഈ ആധുനികമായ ലോകത്തേക്കാണ്. അവർക്ക് വിവരങ്ങൾ വിരൽത്തുമ്പിലുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങൾ എത്ര ചെറിയ പ്രായത്തിൽ നിങ്ങൾ കുത്തി നിറച്ചതായാലും കുട്ടികളുടെ ചിന്ത പ്രവർത്തിക്കും, കുട്ടികൾ ചോദ്യം ചോദിക്കും. കാലഘട്ടം അതാണ്, അതിനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അൽഫിത്രയൊക്കെ എടുത്ത് പൊളിച്ച് കളയും. എന്നിട്ട് കുട്ടികൾക്ക് പക്വതയും പാകതയും വന്നതിന് ശേഷം, അതുവരെ അവർ അക്ഷരവും അനലിറ്റിക്കൽ ടൂൾസും ഒക്കെ പഠിച്ചതിന് ശേഷം, ഭാഷയൊക്കെ പഠിച്ചതിന് ശേഷം, അവരുടെ ചിന്തയും ബുദ്ധിയും വിവേകവും ഒക്കെ ഉറച്ചതിന് ശേഷം നിങ്ങൾ കുട്ടികളെ വിളിച്ചിരുത്ത്, ഖുർആൻ എടുത്തു വെക്ക്, പഠിപ്പിച്ചു കൊടുക്ക്. ലോകത്തുള്ള മറ്റെല്ലാ മതങ്ങളും പ്രശ്നമാണെന്നും നമ്മളെ മതം മാത്രമാണ് ശരിയെന്നും നിങ്ങൾക്ക് പക്വതയും പാകതയുമുള്ള ഒരു കുട്ടിയെ വിളിച്ചിരുത്തി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്താൻ കഴിയുമോ? ഇപ്പം നിങ്ങൾക്ക് 40 ലക്ഷം കുട്ടികളെങ്കിലും ഇല്ലേ? എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പക്വതയില്ലാത്ത കാലത്ത് മുരട്ടിൽ വളമിട്ട് വളർത്തിക്കൊണ്ടെന്നാലും കുട്ടികൾക്ക് വളർന്ന പക്വതയും ചിന്തയും മനുഷ്യരോടുള്ള സംസർഗവും എല്ലാം വരുമ്പോൾ കുട്ടികൾക്ക് ബോധം വരും, ചോദ്യം വരും, അവരുപേക്ഷിക്കും. പ്രശ്നം നിങ്ങൾ കയ്യിൽ ഉണ്ട്, നിങ്ങൾ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്, ചേമ്പിലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഈ ധാർമ്മികതയ്ക്കാണ്. അതാണ് കുട്ടികളെയും രക്ഷിതാക്കളെയും
ഇതിൽ നിന്ന് അകന്നു പോകാൻ പ്രേരിപ്പിക്കുന്നത്. ശ്രീ അബ്ദുസമദ് പൂക്കോട്ടൂർ, കാലം മാറുകയാണ്, സാങ്കേതിക വിദ്യ താങ്കൾ പറയുന്നത് പോലെ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, സമൂഹം മാറുകയാണ്. അപ്പോൾ അതിനൊക്കെ ഉതകുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ ഏത് തരത്തിൽ ഇടപെടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്? ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് കേൾക്കുന്ന വിശ്വാസികൾ ചിന്തിക്കണം. അപ്പൊ പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾ മദ്രസയിലേക്ക് വരുന്നില്ല, വിമുഖത കാണിക്കുന്നു. രക്ഷിതാക്കൾ മദ്രസയിൽ കുട്ടികളെ പറഞ്ഞേക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പ്രശ്നങ്ങളുണ്ട്. കാലം മാറി, ആധുനികമായ അറിവുകൾ മനുഷ്യർ ആർജിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതിനെങ്ങനെ മറികടക്കും എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത്. എന്താണ് നിങ്ങളുടെ ഭാവി പരിപാടികൾ എന്നായിരുന്നു ചോദ്യം. ഇനി അദ്ദേഹത്തിന്റെ മറുപടി കേട്ടോളി. തീർച്ചയായും കാലഘട്ടത്തിന്റെ ചുവരെഴുത്ത് വായിച്ചുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായതിന്റെ ഫലമാണ് സമസ്ത ഇ ലേണിംഗ് മദ്രസ തുടങ്ങി. കമ്പ്യൂട്ടർ വഴി കുട്ടിക്ക് കാര്യങ്ങൾ പഠിക്കാൻ മദ്രസയിൽ പോകാതെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നുകൊണ്ട് കുട്ടിക്ക് മതം പഠിക്കാനുള്ള ഇ ലേണിംഗ് സംവിധാനം നമ്മൾ ഇലക്ട്രോണിക് മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് പുതുതായി ഓപ്പൺ ചെയ്തു. നിങ്ങൾക്കറിയാമല്ലോ, മദ്രസയിൽ പോയി പഠിക്കുന്നവർക്ക് പഠിക്കാം, അല്ലാത്തവർക്ക് വീട്ടിൽ നിന്ന് പഠിക്കാം. നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തിരിക്കുന്നു. കാലത്തിന്റെ മാറ്റം നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. മദ്രസയിലും നമ്മൾ ആധുനിക ട്രെയിനിങ് നൽകിക്കൊണ്ട് ആധുനിക വിദ്യാഭ്യാസ രീതിയിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പഴഞ്ചൻ ശൈലിയൊക്കെ മാറി കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള ആധുനിക സ്മാർട്ട് ക്ലാസ് റൂം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മദ്രസയിൽ മതം പഠിപ്പിക്കുന്നത്. ഉസ്താദെ, പുസ്തകം അതന്നെയല്ലേ, സിലബസ് അതന്നെയല്ലേ, ധാർമ്മികത പണ്ട് നമ്മൾ ചേമ്പിന്റെ ഇലയിൽ പൊതിഞ്ഞു വെച്ചത് തന്നെയല്ലേ. കാലം മാറി, കുട്ടികൾ മാറി, ലോകം മാറി, അറിവുകൾ മാറി, ബോധ്യങ്ങൾ മാറി, മനുഷ്യനെ കുറിച്ചുള്ള ചിന്തകൾ മാറി. എങ്ങനെയാണ് നിങ്ങൾ ഈ കാലത്തെ അതിജീവിക്കാൻ പോകുന്നത് നിങ്ങളുടെ മതം എന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയാണ്, ഞങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിലാണ് ഖുർആൻ പഠിപ്പിക്കണതെന്ന്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോഴും നിങ്ങളെ മദ്രസയിൽ കുട്ടികൾ വരുന്നുണ്ടോ? 10 കുട്ടികൾ, 100 കുട്ടികൾ? പണ്ട് 400-500 കുട്ടികളുണ്ടായിരുന്ന മദ്രസയിൽ ഇപ്പം നിങ്ങൾക്ക് 100 കുട്ടികളെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ മഹാഭാഗ്യം എന്ന് കൂട്ടിക്കൊള്ളി. എങ്ങനെയാണ് നിങ്ങൾ ഈ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ആധുനിക സമൂഹത്തോട് സംവദിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് നിങ്ങൾ മനുഷ്യൻ ആർജിച്ച പുതിയ അറിവുകളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഉസ്താദ് പറയാ, ഞങ്ങൾക്കിപ്പോൾ മദ്രസയിൽ സ്മാർട്ട് ക്ലാസ് റൂം ഉണ്ട്. സിലബസ് പഴയ തന്നെയല്ലേ? ഇപ്പോഴും കാഫിർ നജസല്ലേ? മുശ്രിക്ക് നജസല്ലേ? കാഫിർ ജന്തുക്കളിൽ വെച്ച് ഏറ്റവും നികൃഷ്ടനല്ലേ? മുസ്ലിങ്ങൾ മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകമായ പദവി കൊടുത്തു ഉയർത്തപ്പെട്ട ജനതയല്ലേ? സ്ത്രീകൾ 2ാം തരക്കാരല്ലേ? ഭിന്നലിംഗക്കാർ, അള്ളാഹു പടച്ചുവിട്ട ഭിന്നലിംഗക്കാര് അവര് മാറ്റി നിർത്തപ്പെടേണ്ടവരും അവകാശങ്ങൾ നിഷേധിക്കപ്പെടേണ്ടവരും അല്ലേ? എന്നിട്ട് സ്മാർട്ട് ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാണല്ലോ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. വലിയ കാര്യമായി. ഈ മതം പഠിപ്പിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒരു താല്പര്യം എന്ന് പറയുന്നത് കേവലം മതം നൽകിയല്ല, മതബോധത്തോടൊപ്പമുള്ള ഭൗതിക ബോധവും നൽകണമെന്നാണ്. ഖുർആന്റെ ആദ്യത്തെ നിർദ്ദേശം തന്നെ ഇഖ്റ, വായിക്കുക, പഠിക്കുക എന്നാണ്, വിശ്വസിക്കുക എന്നല്ല. ഒരു സമൂഹത്തോട് അന്ധമായി വിശ്വസിക്കാനല്ല ഇസ്ലാം പറഞ്ഞത്. നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് ദൈവാസ്തിക്യത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ച് വിശ്വസിക്കണമെന്നാണ്. അന്ധമായ വിശ്വാസമല്ല ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ഞാനിവിടെ ഉസ്താദിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിലവിളിക്കുമ്പോഴെങ്കിലും നുണ പറയാതിരുന്നൂടെ എന്ന്. നിലവിളിയാണ്. മദ്രസയിൽ കുട്ടികൾ വരുന്നില്ല, രക്ഷിതാക്കൾ വിടുന്നില്ല, അതിൻ്റെ ഇടയിൽ നുണ പറയാ. നിങ്ങളെ സമ്മതിച്ചത് എന്താണ്? ഖുർആൻ പറഞ്ഞത് വിശ്വസിക്കണം എന്നല്ലോ, വായിക്ക് പഠിക്കുക എന്ന് പറയാനാണല്ലോ ഖുർആൻ വന്നത്, ആണോ? ഇതേ ഉസ്താദിന്റെ പഴയകാല പ്രസംഗങ്ങൾ, വിശ്വാസികൾക്കകത്തുള്ള യുക്തിചിന്തയുടെ സ്വാധീനം, ചോദ്യം, ഇതിനൊക്കെ ഇവർ നേരിടുന്ന പ്രസംഗങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കിട്ടും എന്ത്? എല്ലാ കാര്യങ്ങളുടെയും തെളിവ് വെച്ച് എല്ലാം കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം വിശ്വസിക്കുന്നതിനല്ല ഈമാൻ എന്ന് പറയുക. സമയന കേട്ടു, വിശ്വസിച്ചു, ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു, അനുസരിച്ചു. ഗൈബിൽ വിശ്വസിക്കുക എന്നതാണ് ഈമാനിന്റെ 1ാമത്തെ ലക്ഷണം. തെളിവ് ചോദിക്കാതെ അന്ധമായി വിശ്വസിക്കുക എന്നത് തന്നെയാണ് ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഉസ്താദ് പറയാം, നല്ലോണം പഠിച്ച് പരീക്ഷണം നടത്തിയിട്ട് ഗവേഷണമൊക്കെ നടത്തിയിട്ട് അള്ളാഹിന്റെ കുർസിന്റെ കാലിന്റെ പൊട്ട് കാണുമ്പോൾ മതി അള്ളാഹിനെ വിശ്വസിക്കാന്ന്. എന്ത് തെളിവ്, എന്ത് അന്വേഷണം, എന്ത് പഠനം? ഖുർആനിൽ തെളിവ് കിട്ടിയിട്ട് വിശ്വസിച്ചാൽ മതി എന്നാ ഖുർആൻ പറഞ്ഞത്. നിങ്ങൾ പഠിക്ക്, നിങ്ങൾക്ക് മനസ്സിലായ നിങ്ങൾ വിശ്വസിക്കുക. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. എങ്ങനെ സാധിക്കുന്നു പൂക്കോട്ടൂർ സാഹിബെ? അന്ധമായി വിശ്വസിക്കുക, മറഞ്ഞതിൽ വിശ്വസിക്കുക, വിശ്വസിച്ചതിന് ശേഷം സംശയം തോന്നാതിരിക്കുക, ചോദ്യങ്ങൾ ഉണ്ടാവാതിരിക്കുക, ഇതൊക്കെ ചേരണം. കൽപ്പിക്കപ്പെട്ടതെന്തോ അതനുസരിക്കുക, അതിന്റെ യുക്തി നോക്കേണ്ട കാര്യമില്ല. അതല്ലേ ഉസ്താദെ ഈമാൻ ശരിക്കും? നിങ്ങൾ ആരെയാണ് ഈ പറഞ്ഞു പറ്റിക്കുന്നത്? നിങ്ങളെപ്പോലുള്ള ഉസ്താദുമാർ പഠിപ്പിക്കുന്ന മദ്രസയിൽ പോയാൽ ഇന്റെ കുട്ടികൾ നുണ പറയാൻ പഠിച്ചാലോ എന്ന് പേടിച്ചിട്ട് മദ്രസയ്ക്ക് കൂടാത്ത രക്ഷിതാക്കൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ല, അല്ല ഇല്ലേ? എനിക്ക് തോന്നിയ സംശയമാണ്. ഇങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് നുണ പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഈ നുണ പറയണ ഉസ്താദുമാർ പഠിപ്പിക്കുന്ന മദ്രസയ്ക്ക് എന്റെ കുട്ടികളെ വിടുന്നില്ല എന്ന് ഏതെങ്കിലും രക്ഷിതാക്കൾ തീരുമാനിച്ചാലോ? അതുകൊണ്ട് ചുറ്റുപാടുകളെ കുറിച്ച് പഠിച്ചും കാലത്തെക്കുറിച്ച് പഠിച്ചും കുട്ടി വളരുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസ സംവിധാനം നമ്മൾ ഒരുക്കുമ്പോഴും കേവലം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമായി വിദ്യാഭ്യാസത്തെ മാറ്റുന്ന ഒരു അഭ്യാസ പ്രക്രിയയാണ് ഭൂരിപക്ഷം രക്ഷിതാക്കളും ചെയ്യുന്നത്. അത് ഇസ്ലാമിൽ മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിലും ക്രൈസ്തവ സമൂഹത്തിലും ഒക്കെ അങ്ങനെയുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയൊക്കെ മതപാഠശാലകളും ധാർമ്മിക ബോധന വേദികളും ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ സാംസ്കാരിക കേരളത്തിൽ പോലും കൊലപാതകങ്ങളും വഴിഞ്ഞാട്ടങ്ങളും വൃത്തികേടുകളും മയക്കുമരുന്നും ഒക്കെ വർദ്ധിക്കുന്നത്. അത് തിരിച്ചറിയാൻ എല്ലാ വിഭാഗം ആളുകളും മുന്നോട്ട് വരണം എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്.
അപ്പം മൂല്യബോധമില്ലാത്ത, ധാർമ്മിക ബോധമില്ലാത്ത വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണ് കുട്ടികൾ നേരം വണ്ണം മദ്രസയിൽ 12ാം ക്ലാസ് പാസ്സാവാത്തതുകൊണ്ടാണ് നമ്മളെ നാട്ടിൽ കൊലപാതകവും പിടിച്ചുപറിയും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും ഹവാല പണമിടപാടും മയക്കുമരുന്നും ഒക്കെ ഉള്ളത് എന്നാണ്. ഇതേ ആളുകൾ പറയും നമ്മുടെ നാട്ടിൽ ധാർമ്മികത ഉള്ളത് മതം ഉള്ളത് കൊണ്ടാണ് എന്ന്. മതം ഉള്ളത് കൊണ്ട് ധാർമ്മികത ഉണ്ടാവും എന്ന് പറയുന്ന ഇവർ തന്നെ പറയണു സർട്ടിഫിക്കറ്റ് ഉണ്ടായിട്ട് കാര്യമില്ല, കുട്ടികൾക്ക് മതബോധം ഉണ്ടാവുന്നില്ല എന്ന്. പറഞ്ഞു വന്നത് നിങ്ങളെയും കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല എന്നാണ്. ഒരു മനുഷ്യൻ ധർമ്മചിന്തയിൽ അല്ലെങ്കിൽ ധാർമ്മികനായി ജീവിക്കണമെന്ന് ആ മനുഷ്യനാണ് തീരുമാനിക്കണം. ആ മനുഷ്യന് തീരുമാനിക്കണമെങ്കിൽ എന്താണ് നല്ലത് എന്താണ് ചീത്ത എന്ന് ആ മനുഷ്യന്റെ ജീവിതത്തെ മുൻനിർത്തി, ആ മനുഷ്യന്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ മുൻനിർത്തി യാഥാർത്ഥ്യ ബോധത്തോടെ അവനെ ബോധ്യപ്പെടുത്താൻ, ബോധവൽക്കരണം നടത്താൻ കഴിയണം. അല്ലാതെ നാളെ കൊണ്ട് ഈ നരകത്തിലിടും, അതുകൊണ്ട് സിഗരറ്റ് വലിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കള്ളു കുടിക്കരുത്, എണ്ണയിൽ പൊരിച്ചെടുക്കും, കാര്യമില്ല. അപ്പൊ നിങ്ങൾ ധാർമ്മിക മൂല്യം എന്താണെന്നുള്ളതിന്റെ അടിസ്ഥാന ധാർമ്മിക സിദ്ധാന്തങ്ങളിൽ, സങ്കല്പങ്ങളിൽ പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. അത് കാലത്തിനനുസരിച്ച് മാറണം. അല്ലാതെ ക്ലാസ് റൂം മാറിയിട്ട് കാര്യമില്ല. ചിന്താഗതി മാറണം, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറണം, മൂല്യബോധത്തിൽ അപ്ഡേഷൻ ഉണ്ടാവണം. എന്നിട്ട് അതിനെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കണം, അവർക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കണം. അല്ല നിങ്ങൾ കുറേ മദ്രസയുടെ വലിയ കെട്ടിടങ്ങൾ കെട്ടി അതിൽ വലിയ മദ്രസയിൽ ഉസ്താദുമാരെ വെച്ച് ഓൽക്ക് കുറേ ക്ഷേമനിധി ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഇനി ഇത്രയൊക്കെ മദ്രസയും ഇത്രയൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടായിട്ട് ആ മദ്രസയിൽ 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും പോട്ടെ, പള്ളി ദർസിൽ ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഉസ്താദുമാർ വരെ സ്വർണ്ണം കള്ളക്കടത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന നാട്ടിലിരുന്നിട്ടാണ് മദ്രസയിൽ പോയാൽ കുട്ടികൾക്ക് ധാർമ്മികത ഉണ്ടാവും എന്ന് പറയുന്നത്. കുട്ടികളെ ധാർമ്മികത പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയ മദ്രസയിൽ ഉമ്മത്തിന്റെ ശമ്പളം പറ്റി ജീവിക്കുന്ന മനുഷ്യർ അവരുടെ കുട്ടികളെ പീഡിപ്പിക്കുന്ന കഥ എല്ലാ ദിവസവും വാർത്തകൾ ഓരോ ദിവസവും നിറഞ്ഞു നിൽക്കുന്ന, അതിനെതിരെ ചെറുവിരൽ അനക്കാൻ പറ്റാത്ത സമസ്തയും ഉമറാക്കളുടെ സംഘടനയും അതിനെ മറച്ചു പിടിക്കുകയും അതിനെ വെള്ളപൂശുകയും അതിൽ ഉസ്താദുമാരെ രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ വന്നിട്ടാണ് പറയുന്നത് മദ്രസയിൽ എമ്പാടും ധാർമ്മികത പഠിപ്പിക്കുകയാണല്ലോ. എൻ്റെ അഭിപ്രായത്തിൽ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളുടെ മദ്രസ പഠനം അവസാനിപ്പിച്ചാൽ തന്നെ കുട്ടികൾ പകുതി ധാർമ്മികരാവും എന്നാണ്. അവർക്ക് സാമാന്യ ബോധം ഉണ്ടാവും, അവർക്ക് മനുഷ്യനെ കുറിച്ചൊരു ബോധം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നിങ്ങളായിട്ടൊന്ന് വെറുതെ വിട്ടാൽ മതി, നല്ല കുട്ടികളായിക്കോളും. നിങ്ങളെ മതപാഠശാലകളിൽ നിന്നുള്ള ധാർമ്മികത പഠിപ്പിക്കലാണ് വലിയ ഒരളവ് വരെ കുട്ടികൾ അധാർമിക പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കാരണം എന്നതാണ് എൻ്റെ നിരീക്ഷണവും അനുഭവവും. അതാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.